അപ്പോൾ നേരവും ഏതാണ്ട് സന്ധ്യാസമയമായി. രാവും പകലുമല്ലാത്ത സായംകാല സന്ധ്യ. മട്ടുപ്പാവിന് താഴെ കൊട്ടാരമുറ്റത്ത് മന്ത്രിമാരും സേവകന്മാരുമായ ഒട്ടനവധി അസുര പരീക്ഷകൾ നിൽപ്പുണ്ട്. ഹിരണ്യകശിപു മകനെ നോക്കി അവജ്ഞയോടെ ചോദിച്ചു, "എന്തടാ കുട്ടി, നീ ഈ വിധം താന്തോന്നിത്തം കാണിക്കുന്നത്? എന്തു കണ്ടിട്ടാണ് നിന്റെ പിതാവിനെയും ഗുരുക്കന്മാരെയും ധിക്കരിച്ച് നമ്മുടെ പരമശത്രുവായ ആ വിഷ്ണുവിനെ സേവിക്കുന്നത്? നീ വംശദ്രോഹിയാണ്. നിനക്കു മാപ്പു തരാൻ നിവൃത്തിയില്ല. എന്റെ പുത്രൻ എന്നുള്ള ഭാവവും നിന്നോട് എനിക്കില്ല. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഖഡ്ഗത്തിന് നിന്റെ കണ്ഠം ഞാൻ ഇരയാക്കും. നിന്റെ ബന്ധുവായ ആ കശ്മലൻ വിഷ്ണുവിന് കഴിവുണ്ടെങ്കിൽ വന്ന് തടുക്കട്ടെ." പ്രഹ്ലാദൻ പറഞ്ഞു, "ആദ്യന്തവിഹീനനും ആർത്ത പരിത്രാണനുമായ ആ ജഗന്മയൻ കശ്മലനല്ലച്ചാ, സ്നേഹമയനാണ്. 14 ലോകങ്ങളിലുമുള്ള സർവചരാചരങ്ങൾക്കും ബന്ധുവാണ്. അദ്ദേഹം സർവവ്യാപിയാണ്, എവിടെയും നിറഞ്ഞിരിക്കുന്നു. നാരായണ."